ഇനി നിങ്ങൾ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷവാനായിട്ടിരിക്കാൻ കഴിയില്ല. ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു കേട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളപ്പുറത്തെ വീട്ടിലൊരു പ്ലംബറിനെ അതും കൊണ്ടുപോയി കാണിച്ചിട്ട് യാതൊരുവിധ കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല. അതാണ് ഇങ്ങനൊരു മെൻ്റൽ ഇഷ്യൂസ് വരുമ്പോഴത്തേന് നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കിയിരുന്നോളൂ, ദൈവത്തിനോട് അടുത്തോളൂ, അപ്പം നിങ്ങളുടെ പ്രശ്നം തീരും എന്ന് പറയുന്നവർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കൾച്ചറലിയും സോഷ്യലിയും തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റിഗ്മാസ് നേരിടേണ്ടി വരുന്ന ഒരു സബ്ജക്റ്റാണ് മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസികാരോഗ്യം എന്ന് പറയുന്നത്. ഈ കൾച്ചറൽ ആൻഡ് സോഷ്യൽ സ്റ്റിഗ്മയുടെ മുകളിലേക്ക് റിലീജിയസ് സ്റ്റിഗ്മയുടെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയി മാറാറുണ്ട്. മെൻ്റൽ ഹെൽത്തിനെ റിലീജിയസ്ലി സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്നതിൽ പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പുകളുടെ പങ്ക് വളരെ വലുതാണ്. അധികം ഇൻട്രൊഡക്ഷൻ തന്ന് ഈ വീഡിയോ ലോങ് ആക്കാതെ ഒരു പാസ്റ്റർ ഈ മെൻ്റൽ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ട് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ക്രിസ്ത്യാനികൾക്ക് മോറൽ ടീച്ചിങ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. ധർമ്മോപദേശം എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ധർമ്മോപദേശം ഉണ്ടാകുന്നത് പത്യോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വെളിപ്പെടുന്ന പരിജ്ഞാനം വെച്ചാണ്. അല്ലാതെ ലോകത്തിലുള്ള കൗൺസിലിംഗ് സൈക്കാട്രിക് ടെക്നിക്കുകളൊന്നും നമുക്ക് പ്രയോജനമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ദേ ആർ ഓൾ യൂസ്ഫുൾ ഇൻ ഇറ്റ്സ് ഫീൽഡ്. കാരണം ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഈ കൗൺസിലിങ്ങിനൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഞാനും എഗ്രി ചെയ്യുന്നുണ്ട്. കാരണം ആത്മാവ് എന്നൊരു സാധനം ഇല്ലാത്തിടത്തോളം കാലം ആ ഇല്ലാത്ത സാധനത്തിന് വേണ്ടിയിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കൗൺസിലിംഗ് സൈക്കാട്രിക് ടെക്നിക്കുകൾ ഇങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ പ്രയോജനപ്പെടുന്നത് ദുർബലമായ മാനസികാരോഗ്യമുള്ള ആളുകൾക്കാണ്. ശരീരത്തിന് മരുന്ന് വേണ്ടതുപോലെ ചില സമയത്ത് മനസ്സിന് ടെക്നിക്ക് മരുന്നുകളൊക്കെ വേണ്ടി വന്നേക്കാം. പക്ഷേ ആത്മീയ ജീവിതമായി അതിന് യാതൊരു ബന്ധമില്ല. നമ്മൾ ക്രിസ്തീയ കുടുംബജീവിതം എന്നൊരു ആത്മീയ ജീവിതമാണ്. അതൊരു ദേഹീപരമായ സന്തോഷങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ബന്ധമല്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതമെല്ലാം ഓൾവേസ് എനി ഫോം ഓഫ് ലൈഫ്, എനി സ്പിയർ ഓഫ് ലൈഫ് ഈസ് ഡ്രിവൺ ബൈ വാട്ട് ദ ഹോളി സ്പിരിറ്റ് ടീച്ചസ് യു. അതാണ് അതിന് ആധാരമാകുന്നത്. അതിൽ ദേഹിയും എല്ലാം ഇൻവോൾവ് ആണെങ്കിലും പ്രൈമറിലി ഇറ്റ് മാറ്റേഴ്സ് ഓൺലി വെൻ ദ ഹോളി സ്പിരിറ്റ് സ്പീക്സ് ടു അസ്. പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ നയിക്കുന്നു എന്നുള്ളതാണ് വിവാഹ ജീവിതത്തിലും ഈവൻ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിലും ലോകത്തിലുള്ള ഏത് ക്രിസ്ത്യൻ ലിവിങ്ങിൻ്റെ ഏത് സ്ഫിയറിലും പ്രൈമറി പ്രിൻസിപ്പിൾസ് കം ഫ്രം ദ സ്പിരിറ്റ്, നോട്ട് ഫ്രം കൗൺസിലിംഗ് ടെക്നിക്സ്. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ കൗൺസിലിംഗ് ടെക്നിക്സിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരാണ്. ഐ എം നോട്ട്. ഇവിടെ ഈ പുള്ളി പറയുന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തോണം. എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇതിൻ്റെ ഒരു അടുത്ത ഭാഗം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് പറയാം. ഞങ്ങളുടെ ചർച്ചിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്, സൈക്കാട്രിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദിസ് ടെൻഷൻ ബിറ്റ്വീൻ ദ ബൈബിൾ, വാട്ട്സ് ദ ടെൻഷൻ ബിറ്റ്വീൻ ദ ബൈബിൾ ആൻഡ് സൈക്കാട്രി. ഞാൻ പറയും, നിങ്ങളുടെ ഫീൽഡ് മനസ്സാണ്, ഞങ്ങളുടെ ഫീൽഡ് ആത്മാവാണ്. സ്പിരിറ്റിൽ വരുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ സ്പിരിറ്റിൽ വരുന്ന തത്വങ്ങൾ ദേഹിക്കും ദേഹത്തിനും ആപ്ലിക്കബിളാണ്. ഇഫ് യു ആർ സ്പിരിച്വലി awake and alive in Christ, you don't need any techniques. If you are spiritually awake and alive in Christ, you don't need any techniques. അതാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. പുള്ളി അവിടെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിനെ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് ഈ ഒരു കാര്യം കൊണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് ഞാൻ എക്സ്ട്രീംലി ഡേഞ്ചറസ് എന്ന് പറഞ്ഞതിനുള്ള കാരണം, ഈ ഒരു പ്രസംഗം ഒക്കെ കേൾക്കുന്ന ഒരു വ്യക്തി വിചാരിക്കുന്നത് എനിക്ക് യേശു ക്രിസ്തുവിൽ അതിയായ വിശ്വാസവും സ്പിരിച്വലി ഞാൻ അവിടെ പുള്ളി പറഞ്ഞുകൊണ്ട് തന്നെ എലൈവ് ആൻഡ് ആക്റ്റീവ് ആണെങ്കിൽ ഒരിക്കലും എനിക്ക് മാനസികമായൊരു പ്രശ്നം വരത്തില്ല. അപ്പോൾ ഒരു മാനസിക പ്രശ്നം വന്നാൽ ആദ്യം അയാൾ വിചാരിക്കുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? യേശു ക്രിസ്തുവിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും അകൽച്ചയുണ്ട്, ആത്മീയമായി എനിക്ക് എന്തൊക്കെയോ പോരായ്മകളുണ്ട്, അതുകൊണ്ടാണ് എനിക്കൊരു മെൻ്റൽ ഇഷ്യൂ വരുന്നത്. അവർ കോസിനെ നോക്കാതെ ഈ ഒരു കേട്ട പ്രസംഗം കാരണം നേരിട്ട് അതിലേക്ക് കണക്റ്റഡ് ആവും. അതവരെ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുക എന്നൊരു പ്രോസസ്സാണ് പുള്ളി ഇവിടെ ഈസിലി ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി മാനസിക സമ്മർദ്ദം ഉള്ളൊരു വ്യക്തിക്ക് കുറച്ചുകൂടെ കൂട്ടാനുള്ളൊരു വഴിയാണ് പുള്ളിയുടെ തുറന്നു വെച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഈ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊട്ടതും പിടിച്ചതും എല്ലാം പാപവും സാത്താനും പൈശാചിക പോരാട്ടങ്ങളുമാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു മാനസികാരോഗ്യം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 22 വയസ്സുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ എത്ര വയസ്സുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. പുള്ളിക്ക് ആങ്സൈറ്റി മുതലായ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഇൻസോംനിയ എന്നൊരു സ്റ്റേറ്റിലേക്ക് പോയി. പുള്ളിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. പുള്ളിക്കാരൻ ഈ കാര്യം എക്സ്ട്രീംലി റിലീജിയസ് ആയിട്ടുള്ള ഈ പെന്തക്കോസ്റ്റൽ ബിലീവേഴ്സ് ആയിട്ടുള്ള പുള്ളിയുടെ പേരൻസിൻ്റെ അടുക്കൽ ചെന്ന് പറയുമ്പോഴത്തേന് അവർ ഒരു കാരണവശാലും ഈ സാധനത്തിനെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഇത് പൈശാചിക പോരാട്ടമാണ്, നീ ഡോക്ടറിനെ കാണാനോ അതിനോ ഇതിനോ ഒന്നും പോകണ്ട, നീ ഒരു കാര്യം ചെയ്യും, നേരെ പാസ്റ്ററിൻ്റെ അടുത്തോട്ടില്ല. പുള്ളിക്കാരൻ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേന് ഈ സാധനമൊക്കെ പമ്പ കിടക്കും. ഈ രീതിയിലാണ് വീട്ടുകാരുടെ ഒരു സമീപനം. 3-4 പ്രാവശ്യം പറഞ്ഞിട്ടും ഒരു രക്ഷയില്ലാന്ന് കണ്ടിട്ട് പുള്ളി വീട്ടുകാരെ അറിയിക്കാതെ തന്നെത്താൻ ഒരു ഡോക്ടറിനെ പോയി കാണുകയായിരുന്നു. അതിനുശേഷം മാത്രമാണ് പുള്ളിക്ക് ഈ ഒരു സ്റ്റേറ്റിൽ നിന്നും ഒരു മോചനം ഉണ്ടായത്. അപ്പോൾ ബേസിക്കലി ഇതാണ് ഒരു ആവറേജ് പെന്തക്കോസ്റ്റൽ വിശ്വാസിയുടെ നിലപാട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇതേപോലുള്ള പാസ്റ്റർമാരുടെ പ്രസംഗം തന്നെയാണ്. അവർ പറഞ്ഞ് പേടിപ്പിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ്.
ദൈവത്തിനോടൊന്ന് അടുത്ത് നോക്കൂ, ഈ സാധനങ്ങളെല്ലാം പോകും. ഒരു എക്സ്ട്രീം ബിലീവറാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ അകപ്പെടുന്നതെങ്കിൽ അയാളെപ്പോഴും അയാളെ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും. പുള്ളിക്കാരൻ്റെ വിശ്വാസം കുറഞ്ഞു പോയതുകൊണ്ടാണ്, പുള്ളി ദൈവത്തിൽ നിന്ന് അകന്നതുകൊണ്ടാണ്, പുള്ളിക്ക് ദൈവസ്നേഹം ഇല്ലാത്തത് കൊണ്ടാണ്. അതും അവരെ വലിയൊരു ചതിക്കുഴിയിലേക്ക് കൊണ്ട് എത്തിക്കും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ പറയുന്നത് മെൻ്റൽ ഹെൽത്തിന് ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് ആളുകൾക്ക് ഇപ്പോഴും ഏറ്റവും വലിയൊരു ബാരിയറായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ള സ്റ്റിഗ്മാസ് തന്നെയാണ്. അപ്പം എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള എക്സ്ട്രീം ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്ന വഴി വരുന്ന പ്രശ്നം എന്ന് പറയുമ്പോഴത്തേന് ഇതിനുള്ളിൽ ഇത് വിശ്വസിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുമ്പോൾ അവർ പുറത്ത് പറയാനായിട്ട് പേടിക്കും. കാരണം ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കേൾക്കാൻ പോകുന്നത് നീ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു, അതുകൊണ്ടാണ് നിനക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. അതുമാത്രമല്ലാതെ ഇവരെ ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് ഇവരൊരിക്കലും അനുവദിക്കത്തില്ല. അതിന് പകരമായിട്ട് ഇവർ കൊടുക്കുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നീ ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിലേക്ക് കണക്റ്റഡ് ആകും, അപ്പം നിന്റെ പ്രശ്നം മാറും എന്ന രീതിയിൽ ഒരു സൊല്യൂഷൻ ഇവർ പറഞ്ഞു വെക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് മെൻ്റൽ ഇൽനെസ് എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായ യാതൊരു ഐഡിയ ഇല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി കുറേ നേരം ചുമ്മാ ഇരുന്നിട്ട് കുത്തിയിരുന്ന് ചിന്തിച്ച് കഴിയുമ്പോഴത്തേന് വരുന്ന പ്രശ്നങ്ങളാണ് മെൻ്റൽ ഇഷ്യൂസ് ആണെന്നാണ് ഇവരുടെ ഒരു വിചാരം. അതിനു പകരം ജനറ്റിക്കലി നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കെമിക്കൽ ഇംബാലൻസ് കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ ഒട്ടനവധി റീസൺസ് ഈ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് കൊണ്ടല്ലാതുള്ള പ്രശ്നങ്ങളുണ്ട് എന്നതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരുവിധ ബോധവും ഇല്ല. ഇപ്പോൾ ജനറ്റിക്കലിയോ അല്ലെങ്കിൽ കെമിക്കൽ ഇംബാലൻസ് കൊണ്ടോ ഒരു വ്യക്തിക്ക് ഒരു മാനസികാരോഗ്യ പ്രശ്നം വരുവാണെങ്കിൽ ഇനി നിങ്ങൾ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷവാനായിട്ടിരിക്കാൻ കഴിയില്ല. ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു സൈക്യാട്രിക് ഹെൽപ്പ് തേടുക തന്നെ വേണം. ഇങ്ങനെയുള്ള പല മെൻ്റൽ ഇഷ്യൂസും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് പോലും അറിയത്തില്ല വാട്ട് ഈസ് ദ റീസൺ, എന്തുകൊണ്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ടാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചവരും ഇതിൽ റിസർച്ച് നടത്തിയവരും ഇങ്ങനെയുള്ള ഒട്ടനവധി പേഷ്യൻസിനെ പരിചരിച്ച് ശീലമുള്ള ആൾക്കാരും അവിടെ മെഡിക്കൽ ഹെൽപ്പിനായിട്ട് പഠിച്ചവരായിട്ട് അവിടെ കുത്തിയിരിക്കുന്നത്. അല്ലാതെ വേറൊരു പണിയില്ലാത്തത് കൊണ്ടല്ല അവരവിടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുടെ അടുക്കെ പോയാൽ മാത്രമേ അതിനെ ഫിക്സ് ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഒരു കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു കേട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളപ്പുറത്തെ വീട്ടിലെ ഒരു പ്ലംബറിനെ അതും കൊണ്ടുപോയി കാണിച്ചിട്ട് യാതൊരുവിധ കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല. അതാണ് ഇങ്ങനൊരു മെൻ്റൽ ഇഷ്യൂസ് വരുമ്പോഴത്തേന് നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കിയിരുന്നോളൂ, ദൈവത്തിനോട് അടുത്തോളൂ, അപ്പം നിങ്ങളുടെ പ്രശ്നം തീരും എന്ന് പറയുന്നവർ ചെയ്യുന്നത്. ഇവരുടെ ദൈവിക രോഗശാന്തി എന്നൊരു വീഡിയോയിൽ ഞാൻ പ്ലസിബോ എഫക്റ്റിനെ കുറിച്ചൊന്ന് പരാമർശിച്ചിട്ടുണ്ട്. അതേ സാധനം നിങ്ങളുടെ ദൈവിക വിശ്വാസം കൊണ്ട് മാനസികാരോഗ്യത്തിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റ് മാത്രമാണ്. ആരോ ഒരാൾ എന്നെ ഹീൽ ചെയ്യും എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ചെറിയൊരു ആശ്വാസം തരാൻ നിങ്ങളെ സഹായിക്കും. അതല്ലാതെ അത് മാത്രമായിട്ട് നോക്കിയിരിക്കുവാണെങ്കിൽ നിങ്ങൾ ചിലപ്പം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്നെത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ടേക്ക് യുവർ മെഡിക്കേഷൻ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ വിശ്വാസം വെച്ചോളൂ, അതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഒരു വ്യക്തി കോൺഷ്യസ്ലി അറിയാതെ അവരുടെ ഉള്ളിൽ അടങ്ങിക്കിടക്കുന്ന ട്രോമാസെ അല്ലെങ്കിൽ അവരുടെ തോട്ട്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, തോട്ട് പാറ്റേൺസെ, അതെല്ലാം വെച്ചിട്ട് ഒരു തെറാപ്പിയിലൂടെ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ, എന്താണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ യഥാർത്ഥ സോഴ്സ്, ആ ഒരു സോഴ്സിനെ കണ്ടെത്തി അതിനെ ഇല്ലാതാക്കാൻ ഈ തെറാപ്പി സെഷൻസ് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ലാതെ പല ആൾക്കാർക്കും സൈക്യാട്രിക് ഹെൽപ്പിൻ്റെ ആവശ്യം വരും. അവിടെ നിങ്ങളുടെ കെമിക്കൽ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഇംബാലൻസ് എന്താണ് എന്നവർ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ മാനസികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തോട് അടുത്താൽ മതി എന്നൊക്കെ പറയുന്നവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയുടെ തലയറുത്തതിന് ശേഷം അയാളുടെ തലയും ശരീരവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരാൾ അവിടെ ഇരുന്ന് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്നോട്ടിരിക്കും. നിങ്ങളിനി എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ തന്നെയും എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അയാൾ ഇനിയും ജീവിക്കാൻ പോകുന്നില്ല. അതേപോലെ ഒരു കാര്യം തന്നെയാണ് ഈ പെന്തക്കോസ്റ്റൽ പാസ്റ്റേഴ്സ് മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. എല്ലാ ഹെൽപ്പും ഇവിടെയുണ്ട്, നിങ്ങൾ എവിടെയും പോയി ഒരു മനുഷ്യൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടതില്ല എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നിങ്ങൾ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ മെൻ്റൽ ഹെൽത്തും അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും വളരെ തമാശ രീതിയിലാണ് ഇപ്പം സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും പരീക്ഷയ്ക്ക് 2 മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരെ ഡിപ്രഷനാണ് എന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും എവിടെയും സർവ്വസാധാരണമായി കേൾക്കാൻ പറ്റും. ഇതിലെ ടേംസിനെ എടുത്ത് മിസ്യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ സത്യത്തിൽ ഒരു പ്രശ്നമുള്ള ഒരാൾ എനിക്ക് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ പോലും തമാശയായി കാണുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. പല ആളുകളും ഇതിനെ ന്യായീകരിക്കാൻ വരുന്നതും ഇത് പറഞ്ഞിട്ടായിരിക്കും. എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു, ആ ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് രക്ഷപ്പെട്ടത്. സത്യം പറഞ്ഞാൽ അവർക്കവിടെ ഡിപ്രഷൻ എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല. അവർക്കാകെ അവിടെ വന്നത് നല്ല രീതിയിലൊരു വിഷമം വന്നു കാണും.
അതിനെ അവരുടെ ഡിപ്രഷൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമാണ് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഇൻഡെപ്തിൽ ആധികാരികമായി സംസാരിക്കാൻ ഞാൻ ആരും തന്നെയല്ല. എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർ, ഞാൻ വായിച്ചത്, അറിഞ്ഞത് ഉള്ള കാര്യങ്ങളെ വെച്ചിട്ട് എൻ്റെ ഒരു അനാലിസിസ് ആണ് ഞാനിവിടെ സംസാരിച്ചത്. മെൻ്റൽ ഹെൽത്ത് എന്നൊരു ടോപ്പിക് അത് വളരെ വാസ്റ്റാണ്. ഈ ഒരു ടോപ്പിക്കിൽ ഒരു പ്രാക്ടീസിങ് സൈക്യാട്രിസ്റ്റുമായിട്ട് ഒരു സെഷൻ ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാനലിൽ തന്നെ അത് ഉടനെ വരുന്നതുമായിരിക്കും. അപ്പോൾ ആ ഒരു സെഷനിൽ നിങ്ങൾക്ക് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കമൻസിൽ എഴുതി അറിയിക്കുക. അതെനിക്ക് പുള്ളിയുമായിട്ട് ഡിസ്കസ് ചെയ്യാനും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും എനിക്ക് സാധിക്കും. അപ്പോൾ പെന്തക്കോസ്ത് പോലെയുള്ള എക്സ്ട്രീം ബിലീഫിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളും ഇതേ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മെൻ്റൽ ഇഷ്യൂസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേന് അതിനെയെല്ലാം ദൈവവുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങളെ സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.